ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് 2 ഇൻ്റർവ്യൂ ഉണ്ട്. ഒന്ന് 10 തൊട്ട് 12 വരെയും, ഒന്ന് 2 തൊട്ട് 4 വരെയും. അപ്പോൾ രണ്ടും 2 വഴിക്കൊക്കെ പോകുന്നു. ഒന്ന് തെക്കാണ്, ഒന്ന് വടക്കെന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ കാണിച്ചു തരാം. എങ്ങനെയൊക്കെയാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതെന്ന്. അങ്ങനെ ഇങ്ങനെ കിടന്ന് അലച്ചില്ല കാര്യങ്ങളെല്ലാം അമ്മയും വീട്ടുകാരൊക്കെ ഇത് കാണട്ട്, കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ എഴുന്നേറ്റു. ഒന്ന് മെയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ഇക്ക ദോശ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ ബ്രെഡ് ചൂടാക്കി. അപ്പോൾ ബ്രെഡ് കഴിച്ചിട്ട് പോകും, കാരണം ടെൻഷൻ കയറിയിട്ട് ദോശ ഒന്നും തിന്നാനുള്ള മൂഡ് എനിക്കില്ല. ഇക്കനെ കാണിച്ചു തരാം. ഹേ ഇക്ബാൽ, സേ ഹായ്. രാവിലെ കട്ടൻ ഇട്ടുകൊണ്ടിരിക്കുക, ഫുൾ ബിസി ബിസി. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും കഴിച്ചിട്ട് റെഡി ആവട്ടെ, നല്ല ലേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ബ്രെഡ് കഴിച്ചിട്ട് പോവാം. നമുക്ക് പെട്ടെന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ, കാരണം തീരെ സമയമില്ല. അപ്പം നമുക്കെല്ലാം ഇതിനിടയിൽ തന്നെ നടത്താം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് റോസ് വാട്ടർ ടോണർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് റോസ് വാട്ടർ ടോണർ കൊടുക്കാം. ഇട്ടിട്ടുണ്ടായിരുന്നു, ഇട്ട് കൊടുക്കാൻ നല്ല ഇട്ടായിരുന്നു. ഓൾറെഡി ടോണർ ഇട്ടതാണ്, എങ്കിലും നമുക്ക് മറ്റേ സ്നെയിലിൻ്റെതും കൂടി ഞാൻ ഇടാറുണ്ട്. ബിക്കോസ് നല്ല വെയിലാണ്, അത് കാരണം ഒരു സേഫ്റ്റി പോലെ. നെക്സ്റ്റ് വൺ മോയ്സ്ചറൈസർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പോൺസ് ഒരു ജീവിതം നോക്കില്ല. സൺസ്ക്രീൻ, ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് നമ്മൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് എത്രത്തോളം സൺസ്ക്രീൻ ഇടുമ്പോൾ അത്രത്തോളം സൺസ്ക്രീൻ വാരി കുത്തുക. ദാറ്റ് ഈസ് ദ ഓൺലി വേ വി ക്യാൻ പ്രൊട്ടക്ട് അവർ സെൽഫ്. ആൻഡ് വിത്ത് സൺഗ്ലാസ്. ഈ സൺസ്ക്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇതിന് തീരെ വൈറ്റ് കാസ്റ്റ് ഇല്ല. വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇതിനില്ല. സോ ഇറ്റ്സ് മച്ച് ബെറ്റർ. ആരും വായിക്കുകയാണെങ്കിൽ ഡോട്ടാങ്കിൻ്റെ സൺസ്ക്രീൻ. നിങ്ങൾക്ക് ചിലപ്പോൾ സൺസ്ക്രീൻ ചിലതൊക്കെ പിടിക്കത്തില്ലായിരിക്കും, എങ്കിലും ഡോട്ടാങ്കി എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് കണ്ണാടി അനിവാര്യമാണ്, ബിക്കോസ് ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പൊക്കെ ഫോണിൽ നോക്കിയാൽ പറ്റില്ല. സോ ജസ്റ്റ് ഡു ദ മേക്കപ്പ് എന്ന് പറഞ്ഞു. അടുത്തൊരു ഐ ഷാഡോ, നമ്മുടെ ഡ്രസ്സിനെ പറ്റുന്ന പോലെ അധികം മേക്കപ്പ് ഇടാത്ത രീതിയിൽ തോന്നുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഐബ്രോ, എനിക്ക് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ ചില സമയത്ത് എനിക്ക് തോന്നുന്നു എഴുതി കൊടുക്കും, അപ്പം മാത്രം ഞാൻ എഴുതിയിട്ടൊന്ന് ഷേപ്പ് ചെയ്തിടും, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്കൊരു ലിപ് ബാം ഇട്ട് വെക്കാം, പിന്നെ അത് കുറച്ച് കളയണ്ട. സോ വാസലിൻ്റെ ഒരു ലിപ് ബാം ഞാൻ കണ്ണെഴുതുന്നതിന് വിട്ട് വെച്ചിട്ടുണ്ട്. കേട്ടോ, ഐലൈനർ ഡാസ്ലർ ഇട്ടൊരു കളി. എനിക്ക് വേറെ വലിയ പെൻസിൽ വെച്ച് എഴുതാൻ അറിയാം, ഇതിൻ്റെ ചെറുതെന്ന് വേണം, അതിൽ കണ്ണെഴുതാം. ഓക്കെ, രണ്ടെണ്ണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയ പോലെ ഉണ്ട്. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വി ആർ ടു ലേറ്റ് അല്ല, 12 മണി അല്ലെങ്കിൽ ടൈം ഉണ്ട്. അതിനിടയ്ക്ക് എപ്പോൾ വേണം സെറ്റ് ആക്കണം. സോ കുറച്ച് ബ്ലഷ്. നമ്മൾ നേരത്തെ ലിപ് ബാം തുടച്ചാണ്, ജസ്റ്റ് ഒന്ന് ലിപ്പ് വെറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ലിപ് ബാം ഇട്ടത്, അത് തുടച്ചാണ്. ഓ മൈ ഗോഡ്, നല്ല കളർ ഉണ്ടല്ലേ. സോ നമുക്ക് ഓരോ ലിപ്സ്റ്റിക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം.
നിങ്ങൾ വിചാരിക്കുന്നത് അത്ര ഡാർക്ക് അല്ല, ബാക്കിൽ നിന്ന് നല്ല വെട്ടം വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് നല്ല ഡാർക്കായിട്ട് തോന്നുമായിരിക്കും, ബട്ട് ഇറ്റ്സ് ഓക്കെ. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പെർഫ്യൂം. ഞാനിവിടെ ഓപ്പോളുടെ കൂടെ ആണെന്നും അവൾക്ക് സ്വന്തമായിട്ട് പെർഫ്യൂം പ്രൊജക്റ്റ് എന്നുള്ളൊരു ബിസിനസ് ഉള്ളത് കൊണ്ടും എനിക്ക് പെർഫ്യൂമിന് തീരെ ക്ഷാമമില്ല. ആ അലമാരി ഫുള്ള് പെർഫ്യൂമാണ്, നമുക്ക് ഏത് വെള്ളം എടുത്ത് അടിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം ഇറ്റ്സ് ഓക്കെ. അവളുടെ മോഗ്ര എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഒരു രക്ഷയില്ല. ബട്ട് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഈസ് ഓറ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പെർഫ്യൂം പ്രൊജക്റ്റിൽ നിന്ന് പെർഫ്യൂം വാങ്ങിക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ടതുണ്ട് ഓറ. ഒറ്റ മക്കളെ ഒരു രക്ഷയില്ലാത്ത സ്മെല്ല് അതിൻ്റെ. ഞാൻ ആ പെർഫ്യൂം അടിച്ചിട്ട് ഞാൻ അങ്ങനെ പുകഴ്ത്തി പറയുക കാര്യങ്ങളൊന്നും ചെയ്യില്ല, പക്ഷേ ടു ബി ഫ്രാങ്ക് ഞാൻ ആ പെർഫ്യൂം അടിച്ചിട്ട് ഞാൻ ഇന്നത് അടിച്ചെങ്കിൽ ഞാൻ ആ ഡ്രസ്സ് വാഷ് ചെയ്ത് ആ ഡ്രസ്സ് ഫുൾ ഡേ ഇട്ടു, പിന്നെ വാഷ് ചെയ്തിട്ട് തിരിച്ചെടുക്കുമ്പോൾ ആ പെർഫ്യൂമിൻ്റെ സ്മെല്ല് അതിലുണ്ട്. എന്നിട്ട് ഞാൻ ജിമ്മിൽ വരുന്ന യദു അങ്ങനെ കുറേ പേർക്ക് ഈ സാധനം കൊണ്ട് കൊടുത്തിട്ടേ പറഞ്ഞതൊന്ന് അടിച്ച് നോക്കും, ബിക്കോസ് അപ്പം അറിയാം അതിൻ്റെ ആ ഒരു സ്മെൽ എത്രത്തോളം ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന്. അപ്പം നിങ്ങൾ അഥവാ പെർഫ്യൂം പ്രൊജക്റ്റിൽ നിന്ന് പെർഫ്യൂം എന്തെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ട്രൈ ഓറ. മോഗ്രയല്ല, ഓറ ട്രൈ ചെയ്യണം. ഓറ മസ്റ്റ് സാധനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും റെഡി ആവട്ടെ. മുടിയാണ് ഇനി അടുത്തത്. കെട്ടി വെക്കണോ അഴിച്ചിടണോ എന്നുള്ള വലിയ കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ. ഞാൻ വെട്ടിയതിനേക്കാൾ എൻ്റെ മുടി കിളിച്ചോ 1 മാസം കൊണ്ട്? എന്തായാലും വരാൻ വഴിയില്ല, പക്ഷെ എന്തൊക്കെയോ ഒരു നീളം കൂടുതൽ പോലെ ഫീൽ ചെയ്യും. ഓക്കെ, എന്തായാലും ആട്ടെ, മുടി എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കട്ടെ. മുടിൻ്റെ അകത്തൊരു തീരുമാനം ആക്കിയിട്ടില്ല, മിക്കവാറും അഴിച്ചു തന്നെ ഇടും. അങ്ങനെ കുറേ കുട്ടി സ്റ്റഡി ഇയറിങ്സ് ഉണ്ട്, ഞാൻ അതേ ഇടാറുള്ളൂ. അതിൽ നിന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. ഐ തിങ്ക് ഇറ്റ് വിൽ മാച്ച്. സീരിയസ്ലി ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ സൺഗ്ലാസ് ഇല്ലാണ്ട് പറ്റൂല പകൽ സമയത്ത്. കാണുമ്പോൾ ഞാൻ ആദ്യമൊക്കെ വന്ന വിചാരിച്ചു പിന്നെ ഇവരൊക്കെയാണ് സൺഗ്ലാസ് വെക്കുന്നത് എന്നൊക്കെ, പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഈ കണ്ണ് തുറക്കാൻ വയ്യായിരുന്നു. പിന്നെയാണ് ഞാൻ അത് സത്യം മനസ്സിലാക്കിയത്, സൺഗ്ലാസ് ഇല്ലാണ്ട് ഇവിടെ രക്ഷയും നടക്കില്ല, കണ്ണ് നമുക്ക് തുറക്കാൻ ഒക്കില്ല ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ. സോ നമുക്കൊരു ബ്രേസ്ലെറ്റ് ഇടാം, സിമ്പിൾ വൺ. കൊള്ളാമല്ലേ? അധികം പൈസ ഒന്നുമില്ല, 150 രൂപയ്ക്ക് നാട്ടിൽ നിന്ന് വെച്ചാൽ വാച്ച്. സോ മുടിയും കൂടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ഐ തിങ്ക് ഐ ആം റെഡി. അപ്പം ഞാൻ പോകാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്, കാണുന്നില്ലേ? അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ അല്ലാത്ത കൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഒന്നാമത്തെ കാര്യം. എന്തായാലും പോയി നോക്കാം. ഞാൻ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. പൊന്നു എന്നെ വെയില, ഞാൻ കണ്ണാടിയൊക്കെ ഇട്ടില്ല, നടക്കാൻ ഒക്കൂല. ഓക്കെ, അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ADCB മെട്രോയിൽ പോയിട്ട് ബിസിനസ് ബേയിലേക്കാണ് പോകണ്ടേ. ഫസ്റ്റ് ഇൻ്റർവ്യൂ അവിടെയാണ്. നല്ല വെയിലുണ്ട്. കറക്റ്റ് 10 മണിയായി. 12 മണിക്കുള്ള എനിക്ക് അവിടെ ചെല്ലണം. പെട്ടെന്ന് എത്തുന്ന തോന്നുന്നത് ബിസിനസ് ബേ. ഞാനിപ്പോൾ ഏകദേശം നടന്ന് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായി. 5 മിനിറ്റ് നടന്നതേ. ഞാൻ വിയർത്ത് കുളിച്ച്, ഞാൻ എന്തിനിത്ര മേക്കപ്പ് ഇട്ട് സ്പ്രേ അടിച്ചിറങ്ങിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ വിയർത്ത് ചത്ത്. എന്തായാലും നമുക്ക് പോവാം. മെട്രോ സ്റ്റേഷൻ എത്താറായി. മെട്രോയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ AC ഉണ്ട്. പക്ഷേ ഈ റോഡിൽ കൂടെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത്ര ഡിഫിക്കൽട്ട്. അപ്പം ഞാൻ മെട്രോ സ്റ്റേഷനിലെത്തി. ആക്ച്വലി എൻ്റെ മെട്രോ കാർഡിൻ്റെ പൈസ തീരാറായിരിക്കുക. അപ്പോൾ എനിക്കത് റീചാർജ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നേരെ മെട്രോ വിളിച്ച് പോവാം. 50 നമ്മൾ റീചാർജ് ചെയ്യുന്നത്. നമുക്കിവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് പോകേണ്ട ലൊക്കേഷൻ ബിസിനസ് ബേ. അതെവിടെയാണ്? മാക്സ് ബുർജ്. ഓക്കെ, 26th നമുക്ക് ബിസിനസ് ബേ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകണ്ടേ. പ്ലാറ്റ്ഫോം നമ്പർ 2. അപ്പോൾ ഇവിടെയാണ് പോകണ്ടേ. ഓ മൈ ഗോഡ്, മണ്ടിക്കോട്ടെ എസ്കലേറ്ററിലെ സ്റ്റെപ്പ് കയറണം. ഇത്രയും ആൾക്കാർ അങ്ങോട്ടേക്കുള്ള. ഇവിടെ ഫുൾ മറ്റേ ബിസിനസ് ബിൽഡിങ്സാണ്. ഇതിലെവിടെയാണ് എൻ്റെ ബിൽഡിംഗ് എന്ന് കണ്ടുപിടിക്കണം. ഗൂഗിൾ മാപ്പിൽ ചേച്ചി പറയുന്നത് ഞാനിനി ഒരു 400 മീറ്ററും കൂടി നടക്കണം എന്നാണ്. ഇനി ഞാൻ 400 മീറ്ററും കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നിനും കൊള്ളൂല്ല അവസ്ഥ.
ചീത്തയായിപ്പോവും. എന്നാ ചൂടാ പൊന്നോ. എന്തായാലും 400 മീറ്റർ നടക്കാം, അതല്ലാണ്ട് ഒരു രക്ഷയില്ല. ഇതാണ് ദുബായിൻ്റെ ബിസിനസ് ബേ. ഇനി കാണാത്തവർക്ക് നോക്ക്, അടിപൊളി. ഓ മൈ ഗോഡ്, ഇതാണ് നമ്മളുടെ ബിൽഡിംഗ്. അങ്ങനെ ഞാൻ എത്തിയിട്ടുണ്ട്. സോറി. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മുടെ മെട്രോയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് എന്താ പറയുക, സെയിൽസാണ്, ടാർഗറ്റ് ബേസ്ഡ് ആണ്. സോ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അവർ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അറിയിക്കും എന്നോട് പറഞ്ഞു. സെയിൽസ് ആയതുകൊണ്ടും ടാർഗറ്റ് ബേസ്ഡ് ആയതുകൊണ്ടും ഒരു ഉഷാറില്ല. എന്തായാലും രണ്ടാമത്തെ ഇൻ്റർവ്യൂവിനും കൂടെ പോയി നോക്കാം. എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ ഞാനൊരു റോള് വാങ്ങിച്ചിട്ടുണ്ട്, അതും കൂടി കഴിക്കണം. എന്തായാലും റൂമിൻ്റെ അടുത്തേക്ക് പോവാം. ബിക്കോസ് നല്ല വെയിലുണ്ട്. റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ഇൻ്റർവ്യൂവിന് പോകാമെന്ന് കരുതി. ഓക്കെ. ഓ വെയിൽ. ഞാൻ ഏകദേശം ഇൻ്റർവ്യൂ കഴിഞ്ഞ് റൂമിലെത്താറായി. ആദ്യത്തെ ഇൻ്റർവ്യൂ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ആദ്യം റൂമിൽ പോയി കുറച്ച് നേരം ഒന്ന് സമാധാനമായിട്ട് ഇരുന്നിട്ട് പിന്നെ ഇറങ്ങാം. എനിക്ക് വയ്യ, എന്നാ വെയിലാ. എന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് മെട്രോ വെച്ചിട്ടൊരു മലയാളി ചേട്ടനെ കണ്ട്. ആളെന്നോട് പറയാ, ഇതൊന്നും വെയിലല്ല, ഇവിടുത്തെ വെയിലൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഇത് തന്നെ എന്നോട് പറയുന്നത്. പക്ഷെ എനിക്കറിയില്ല. എന്തായാലും കേട്ടെ, എന്തായാലും പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി പിന്നെ 2 മണിയാണ് അടുത്ത ഇൻ്റർവ്യൂ. 1 മണിയാകുമ്പോൾ ഇറങ്ങാം. ഇപ്പം തന്നെ 12 മണി. 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുക്കണം പോയി. എനിക്ക് തീരെ വയ്യ. ആദ്യം കുറച്ച് വെള്ളം കുടിക്കണം. ദാഹിച്ചിട്ട് ഞാൻ ചത്തു. എന്തായാലും റൂമിൽ ചെന്നിട്ട് കാണാം. രാവിലെ പോയി എൻ്റെ ഒരു കോലും. കണ്ണിനടിയൊക്കെ നോക്ക്, എന്നാ വെയിലാ പൊന്നു. എന്തായാലും റൂമിൻ്റെ അവിടെ എത്താറായി കേട്ടോ. കണ്ണാടി വെച്ചില്ലെങ്കിൽ ഇങ്ങനെ നടക്കേണ്ടി വരും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനേക്കാളും വേദം കണ്ണാടി വെച്ച് നടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പോകാനൊക്കത്തുള്ളൂ. എന്തായാലും റൂമിൽ എത്താറായി. റൂമിൽ ചെന്നിട്ട് കാണാം.